നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവേട്ടാ, ഭാവനയുടെ വീട്ടുകാരറിഞ്ഞ നാണക്കേടല്ലേ? അവരൊക്കെ എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. അതെ, മനസ്സിൽ ചിലതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ അവനെ തല്ലിയതും ഇവിടെ ഇറക്കി വിട്ടതും. അതെ, ഒരാൾ മാത്രം വിചാരിച്ച കുടുംബത്തിൽ സമാധാനം ഒന്നും ഉണ്ടാവാൻ പോണില്ല. അതിനെല്ലാവരും വിചാരിക്കണം. ഇവിടെ നിനക്ക് നിന്റെ ഇഷ്ടം, അവൻ അവന്റെ ഇഷ്ടം. ഞാനോ നിങ്ങളൊക്കെ കാണിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറും ഒരു കോമാളിയോ. ഇനിയൊന്നും ഈ വീട്ടിൽ വേണ്ട. നേരെ ചൊവ്വയെ ജീവിക്കാമെങ്കിൽ ഈ വീട്ടിൽ ജീവിച്ചാൽ മതി. പറയുന്നത് നമ്മുടെ മോനെ കുറിച്ച് ഓർമ്മ വേണം. നീ ഒന്ന് പോയേ. ഞാൻ എന്താ കൊച്ചുകുട്ടിയ? നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അവൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ദേവേട്ടാ. വേദനിക്കട്ടെ, എല്ലാം എന്റെ തെറ്റ് തന്നെ. ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഞാൻ നോക്കിക്കോളാം. പറ്റില്ല. ഒറ്റപ്പെട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ഇരിക്കാനും സ്വയം മറക്കാനും പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പോയി നമ്മുടെ മോനെ തിരിച്ചു വിളിച്ചോണ്ട് വാ. ഞാനില്ല. അത്രയ്ക്ക് നിനക്ക് സിമ്പിൾ തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി വിളിക്കേ. പിന്നൊരു കാര്യം, വിളിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. അവൻ വന്നാ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. രമേശനാ. എന്താ എല്ലാം സെറ്റായില്ലേ? സേതുണ്ണ, ആ രാജശേഖരൻ നമ്മളെ ചതിച്ചു. അയാൾ എന്ത് ചെയ്തു? അയാൾ നടത്താനിരുന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. എടാ, നീ എന്താ രമേശ് പറയുന്നത്? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നോട് ഇപ്പൊ ഒന്ന് പറഞ്ഞു ഫുഡ് വേണ്ടെന്ന്. എടാ, അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? എടാ, 1-2 രൂപയുടെ ഓർഡർ ഒന്നും അല്ലല്ലോ ഇത്. അയാളാണ് അഡ്വാൻസ് പോലും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഡ്വാൻസ് വാങ്ങാതെ ഓർഡർ സ്വീകരിക്കേണ്ടെന്ന്. അല്ല, അയാൾ കാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. കാശ് തരില്ലെന്നാ അയാൾ പറയുന്നത്. ഈ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടി രാവിലെ സേതുകൊണ്ട് എന്നെ വിളിച്ചപ്പോ കിട്ടിയില്ലെന്ന് പറഞ്ഞു. എടാ, അയാൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇത് ചതിയാണ് കേട്ടോ. അല്ല, അയാളെ ഇപ്പൊ എവിടെ ഉണ്ട്? അയാളുള്ള സ്ഥലമൊക്കെ എനിക്കറിയാം. സേതുണ്ണ ഒന്ന് വേഗം വാ. ഞാൻ വരുന്നു. ഓ ശരിയണ്ണ, ഓക്കെ. എന്താ സേതുട്ടാ? എടി, ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അവർക്ക് ഫുഡ് വേണ്ടെന്ന്. അയ്യോ, അപ്പൊ ഉണ്ടാക്കിയ ഫുഡൊക്കെ എന്ത് ചെയ്യും? അത് അയാളെ കൊണ്ട് തീറ്റിക്കും. എന്നോട് അവന്റെ കളി. സേതുട്ടാ, നോക്ക്, വെറുതെ വഴക്കിനൊന്നും പോണ്ട. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് നീ പറയുന്നത്? ഇത് ചെറിയ പ്രോഗ്രാം ഒന്നും അല്ല. 1500 പേർക്കുള്ള ഫുഡാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് മറിച്ചിട്ട് ഞാൻ ഈ കേറ്ററിംഗ് ഏറ്റെടുത്തു. ഇന്ന് 2 നടന്നിട്ട് ഞാൻ വരത്തുള്ളൂ. സേതുട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചുമ്മാരി, നീ പോയി അമ്മയോട് പറയാൻ പോയെന്ന്. സേതുട്ടാ, അമ്മേ. എന്തായാലും അഡ്വാൻസ് കൊടുക്കാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ ആ കാശ് വേസ്റ്റ് ആയേനെ. സേതു എന്തായാലും കാശ് ചോദിക്കാൻ വരും. 1 രൂപ ഞാൻ കൊടുക്കില്ല. അവന്റെ കൂടെ ഉള്ളവന്റെ ദേഷ്യം സാറ് കണ്ടായിരുന്നല്ലോ. അവന്റെ ദേഷ്യം അവന്റെ കൈയിരിക്കത്തേ ഉള്ളൂ. ദേ അണ്ണ, അയാള് നിൽക്കുന്നു. ഹലോ, ഞാനിവിടെ ഒരു അത്യാവശ്യമായിട്ട് നിൽക്കുക. പിന്നെ വിളിക്കാം. അണ്ണാ, എന്താണ് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ്? പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അണ്ണാ, അപ്പൊ പിന്നെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫുഡ് എന്ത് ചെയ്യും? പ്രോഗ്രാം ക്യാൻസൽ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ രാവിലെ ഞാൻ സേതുവിനെ വിളിച്ചതാ. പക്ഷെ കിട്ടിയില്ല. അണ്ണാ രാവിലെ അല്ലേ വിളിച്ചത്? ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കേറ്ററിംഗിന്റെ പരിപാടിയെല്ലാം തുടങ്ങിയില്ലേ? അണ്ണാ, 1-2 പേർക്കുള്ള ഫുഡല്ല, 1500 പേർക്കുള്ള ഫുഡാ. അതും അണ്ണനെ വിശ്വസിച്ച് മാത്രമാണ് അഡ്വാൻസിൽ വാങ്ങിക്കാൻ ഞാൻ ഓർഡർ ഏറ്റെടുത്തത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ സേതു? സംഘാടകർ കാശ് തന്നാലല്ലേ എനിക്ക് തരാൻ പറ്റൂ. അണ്ണാ, എനിക്കതൊന്നും അറിയണ്ട. 1500 പേർക്ക് നിങ്ങൾ പറഞ്ഞ ഫുഡ് ഞങ്ങൾ അവിടെ റെഡിയാക്കി കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പെർ ഹെഡ് 300 രൂപ വെച്ച് 4,50,000 രൂപ എനിക്ക് കിട്ടണം. ആ കാശ് എന്നാ ഞങ്ങൾ പൊക്കോളാം. സേതു, നിനക്ക് ഓർഡർ തന്നതൊക്കെ ശരി തന്നെയാ.
150 രൂപ പോലും പെർ ഹെഡിന് തരാനുള്ള ക്വാളിറ്റി അതില്ലെന്നറിഞ്ഞിട്ടും ഞാൻ നിനക്ക് ഓർഡർ തന്നതേ നിന്നെ എനിക്ക് അറിയാന്നുള്ളത് കൊണ്ടാ. പ്രോഗ്രാം ടീം പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ണാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ കാശ് വാങ്ങിച്ചിട്ടാ ഞാൻ പോകും. എന്നാ അതൊന്ന് കാണണമല്ലോ. സാറേ, എന്തിനാണ് സാറേ പാവങ്ങളായി ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? 4.5 ലക്ഷം രൂപ വെറുതെ കിട്ടൂ സാറേ. പാവങ്ങളോ? അതും സേതു ബെസ്റ്റ്. ആരും വിശ്വസിക്കും? 2 സഹോദരിമാരെ കോടീശ്വരന്മാരെയാ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു അനുജനുള്ളതാണെങ്കിൽ ഒരു സഹോദരിയുടെ നാത്തൂനെ തന്നെ അടിച്ചെടുത്തു. ഇതിലേറ്റവും വലിയ പണക്കാരനായ സൂര്യ എന്ന അളിയനുള്ളപ്പോ ഈ 4 ലക്ഷമൊക്കെ സേതുവിന് പുല്ല അല്ലേ സേതു? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്താണ് എന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശമൊക്കെ എത്രയോ? ഈ കാറ്ററിങ്ങിന് ക്യാഷ് തരില്ല. എന്നാ അത് ഞാൻ വാങ്ങിക്കും. നീ എങ്ങനെ വാങ്ങും? ഞാൻ രേഖാമൂലം ഓർഡർ തന്നതിനുള്ള തെളിവൊന്നുമില്ലല്ലോ. അപ്പൊ തന്നെ ചതിക്കായിരുന്നല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ചത്തേക്ക് ഈ പ്രോഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാറ്ററിംഗ് സേതു തന്നെ ചെയ്തോ. അതിന് ഞാൻ ഉറപ്പായിട്ടും കാശ് തരും. അടിക്കില്ല വേണ്ട. സേതുണ്ണ വിടുന്നവരെ. സേതുണ്ണ സേതുണ്ണ